ഹായ് ഡിഫൻസ് എക്സ്പീരിയൻസ് ജോയിൻ ഇന്ത്യ ഫോഴ്സിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരുപാട് പേര് ഈ ഒരു ചാനൽ തുടങ്ങിയ സമയം തൊട്ട് എൻ്റെ അടുത്ത് ചോദിച്ചൊരു ചോദ്യമാണ്. നക്സൽ ഏരിയയിലുള്ള കാൻഡിഡേറ്റ്സ് ചോദിച്ചതാണ്, എന്തുകൊണ്ട് നക്സൽ ഏരിയയിലെ കാൻഡിഡേറ്റ്സ് ജനറൽ ലിസ്റ്റിനകത്ത് വന്നു, അല്ലെങ്കിൽ ജനറൽ ഏരിയയിൽ ഇപ്പോൾ നക്സൽ ഏരിയയിലെ കാൻഡിഡേറ്റ്സ് ജനറൽ ഏരിയയിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അവരുടെ റിസർവേഷൻ കിട്ടുമോ എന്നൊക്കെ ചോദിച്ചായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിന് വ്യക്തമായ ഒരു മറുപടി നമുക്ക് കിട്ടിയിട്ടുണ്ട്. SSCയുടെ ഭാഗത്ത് നിന്ന് കിട്ടിയ ഒരു റിപ്ലൈ ആണ്. അപ്പോൾ അതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു കാൻഡിഡേറ്റ് സബ്മിറ്റ് ചെയ്ത ഒരു ഇതാണ്. അപ്പോൾ അതിനകത്ത് കാൻഡിഡേറ്റിന്റെ പേരും ഡീറ്റെയിൽസും ഒക്കെ ഞാൻ ഇതിനകത്ത് ബ്ലർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ചോദിച്ച 4 ചോദ്യങ്ങളാണ്. അപ്പോൾ അതിനകത്ത് ചോദിച്ചിരിക്കുന്നത് there are 4 categories listed published according to the Constable Jury 2004 Central Reserve Police. Some candidates belong to Naxal districts are listed in general district list. Kindly requesting you to explain the reason for that disciplinary. അപ്പോൾ ആദ്യത്തെ ചോദ്യം, ജനറൽ ഏരിയയിലേക്ക് നക്സൽ ലിസ്റ്റിനകത്തുള്ള കാൻഡിഡേറ്റ്സിനെ ജനറൽ ലിസ്റ്റിനകത്തോട്ടാക്കിയിട്ടുണ്ട്. അത് എന്ത് അടിസ്ഥാനത്തിലാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്, ഫസ്റ്റ് ചോദ്യം. അതുപോലെ രണ്ടാമത്തെ ചോദ്യം, ഓൺ വാട്ട് ബേസിസ് നക്സൽ ഡിസ്ട്രിക്ട് കാൻഡിഡേറ്റ്സ് ആർ മെയ്ഡ് ക്രൈറ്റീരിയ ടു സെലക്ട്. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഈ നക്സൽ ഡിസ്ട്രിക്റ്റ് അല്ലെങ്കിൽ നക്സൽ ലിസ്റ്റ് എന്നുണ്ടാക്കാനുള്ള ഒരു കാരണം എന്താണ്, അതിൻ്റെ ക്രൈറ്റീരിയ എന്താണ്, ഈ ഒരു നക്സൽ ഡിസ്ട്രിക്റ്റ് എന്ന് പറയുന്നതിൻ്റെ ക്രൈറ്റീരിയ എന്താണ് എന്നതാണ് രണ്ടാമത്തെ ഒരു ചോദ്യം. അതുപോലെ തന്നെ ചോദിച്ചിരിക്കുന്നത് മൂന്നാമത്തെ ചോദ്യം, ഇൻ ദ നോട്ടിഫിക്കേഷൻ പാലക്കാട് ഡിസ്ട്രിക്റ്റ് ഈസ് ഷോഡ് ആസ് നക്സൽ ബട്ട് സം കാൻഡിഡേറ്റ്സ് ബിലോങ് ടു പാലക്കാട് ഡിസ്ട്രിക്ട് നൗ ലിസ്റ്റഡ് ഇൻ ദ ജനറൽ ഡിസ്ട്രിക്ട്. അപ്പോൾ മൂന്നാമത്തെ ചോദ്യം അതാണ്. ഈ പാലക്കാട് എന്ന് പറയുന്ന നക്സൽ ഡിസ്ട്രിക്റ്റ് ആണല്ലോ, അപ്പോൾ നക്സൽ ഏരിയയിലായിട്ടുള്ള പാലക്കാടിലെ കാൻഡിഡേറ്റ്സിനെ ജനറൽ ഡിസ്ട്രിക്റ്റിലാക്കിയിരിക്കുന്നു, എന്തുകൊണ്ട് എന്ന് ചോദിച്ചു. നാലാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, when publishing the final list, candidates who are eligible to listed in the Naxal candidate list but wrongly listed in general district candidate will get an opportunity in the Naxal candidate category list. നാലാമത്തെ ചോദ്യം വളരെ വ്യക്തമാണ്. ആ ഒരു വ്യക്തി, ഈ ഒരു RTA കൊടുത്ത വ്യക്തി വ്യക്തമായി അയാൾക്ക് ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് അവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിട്ടുള്ളത്, ഈ ഒരു നക്സൽ ഏരിയയിൽ ഉള്ള കാൻഡിഡേറ്റ് ജനറൽ ലിസ്റ്റിൽ നിൽക്കുന്നു. അപ്പോൾ എന്തെങ്കിലും കാരണവശാൽ ലിസ്റ്റിനകത്തുള്ളവർക്ക്, ഈ ഒരു നക്സൽ ഏരിയയിലുള്ള ജനറൽ നിൽക്കുന്നവർക്ക് പേടിക്കേണ്ട ഒരു കാര്യമുണ്ടോ, അവർക്ക് തിരിച്ച് നക്സൽ ഏരിയയിലെ റിസർവേഷൻ കിട്ടുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അങ്ങനെ 4 ചോദ്യങ്ങളാണ് ചോദിച്ചത്. അപ്പോൾ ഇതിന് വ്യക്തമായ മറുപടി SSCക്ക്, ഈ ഒരു RTA SSCക്ക് കൊടുത്തതാണ്. അതിന് വ്യക്തമായ മറുപടി SSCയുടെ സൈഡിൽ നിന്ന് വന്നു. അതാണ് ഞാൻ ഇപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ ഞാൻ പേര് വന്നിരിക്കുന്ന സ്ഥലം ബ്ലർ ചെയ്തിട്ടുണ്ട്. സബ്ജക്റ്റ് എന്നാണ് ഇൻഫർമേഷൻ അണ്ടർ RTA ആക്ട് 2005. അപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ദിസ് ഈസ് വിത്ത് റെഫറൻസ് ടു യുവർ RTA ആക്ട്. അപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നത് 25/9/2020 ഇത് കൊടുത്തു SSCക്ക്. അപ്പോൾ അതിന് മറുപടിയാണ് വന്നിരിക്കുന്നത്. ആഫ്റ്റർ കെയർഫുൾ കൺസിഡറേഷൻ ഓഫ് യുവർ ആപ്ലിക്കേഷൻ ഓൺ ദ സബ്ജക്ട് അലോങ് വിത്ത് ദ പ്രൊവിഷൻ കണ്ടെയ്ൻഡ് ഇൻ ദ RTA ആക്ട് ആസ് വെൽ ഇൻഫർമേഷൻ റിസീവ്ഡ് ഫ്രം ദ കൺസേൺഡ് ബ്രാഞ്ച്, ഇറ്റ്സ് ഇൻഫോം യു ദാറ്റ്. അതിൻ്റെ മറുപടിയാണ്, സെക്യൂരിറ്റി ഫോഴ്സസ് ഇൻക്ലൂഡിംഗ് CRPF ആർ എക്സംപ്റ്റഡ് ടു പ്രൊവൈഡ് ഇൻഫർമേഷൻ എക്സെപ്റ്റ് ഇൻഫർമേഷൻ റിലേറ്റഡ് ടു അലഗേഷൻ കറപ്ഷൻ വയലേഷൻ ഹ്യൂമൻ റൈറ്റ്സ് സെക്ഷൻ 24 ആക്ട് 2005. ഞാൻ ഇതിനു മുമ്പും വീഡിയോസിനകത്ത് പറഞ്ഞിട്ടുണ്ട്, CRPF അല്ലെങ്കിൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ആംഡ് ഫോഴ്സ് ആണെങ്കിലും പാരാമിലിറ്ററി സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് ആണെന്നുണ്ടെങ്കിലും ഒരുപാട് കാര്യങ്ങൾ അവർ പറയാൻ അവർക്ക് എന്താ പറയുക പെർമിഷൻ ഇല്ല, അല്ലാന്നുണ്ടെങ്കിൽ അവർക്കത് പറയേണ്ട ആവശ്യമില്ല. അത് എന്ന് പറയുന്നത് സെക്ഷൻ 24ന്റെ ഒരു കീഴിൽ വരുന്നതായതുകൊണ്ട് തന്നെ അവർ ഈ കാര്യങ്ങൾ പറയേണ്ട കാര്യമില്ല. അവർക്ക് പറയാനുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത് കറപ്ഷനായിട്ട് ബന്ധപ്പെട്ടതും ഹ്യൂമൻ റൈറ്റ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രം മറുപടി കൊടുത്താൽ മതി. അതിന് നമ്മൾ എത്ര RTA കൊടുത്താലും അവർ പറയില്ല. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു വ്യക്തി കൊടുത്ത 4 ചോദ്യങ്ങളിൽ 3 എന്ന് പറയുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളായിരുന്നു. അപ്പോൾ അതിന് അവർക്ക് വ്യക്തമായി മറുപടി തരേണ്ട ആവശ്യവുമില്ല, അത് അവർ തരയില്ല. എന്നാൽ അവർ നാലാമതൊരു ചോദ്യം ചോദിച്ചതെന്ന് പറഞ്ഞാൽ ആ ഒരു വ്യക്തിയുടെ ചോദ്യമാണ്. വ്യക്തിക്ക് ജനറൽ ഡിസ്ട്രിക്റ്റിനകത്താണ് പെട്ടിരിക്കുന്നത്, നക്സൽ ഏരിയയിലുള്ള ആള്. അപ്പൊ അയാൾക്ക് ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് റിസർവേഷൻ കിട്ടുമോ എന്ന് ചോദിച്ചിരിക്കുന്ന ആ ഒരു വ്യക്തിയുടെ സ്വന്തമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പൊ അതിന് വ്യക്തമായ മറുപടി രണ്ടാമത്തെ ഈ ഒരു പോയിന്റ് പറയുന്നുണ്ട്. However, it is intimated that the benefit of Naxal district has been given to all such candidates who belong to Naxal districts notified by MHA and applied against vacancy of Naxal districts
വ്യക്തമായി അവരത് പറഞ്ഞിട്ടുണ്ട്. നക്സൽ ഡിസ്ട്രിക്ട്സിനകത്തുള്ള കാൻഡിഡേറ്റ്സിന് നക്സൽ ഏരിയയുടെ റിസർവേഷൻ കിട്ടും. അവർ ജനറൽ ഏരിയയിലാണെന്നുണ്ടെങ്കിലും അവർക്ക് അവിടുത്തെ വേക്കൻസി ഫില്ലായില്ല എന്നുണ്ടെങ്കിൽ തിരിച്ചവർക്ക് നക്സൽ ഏരിയ തന്നെ കിട്ടും. അപ്പം ഒരുപാട് പേരുടെ ഡൗട്ടായിരുന്നു. ഒരുപാട് പേരെന്ന് പറഞ്ഞാൽ ഈ ഒരു ലെറ്റർ എനിക്ക് അയച്ചെന്ന ഒരാളും എൻ്റെ അടുത്ത് പറഞ്ഞതാണ്. അത് ഒരുപാട് പേരുടെ ഡൗട്ടാണ്. അപ്പോൾ അതൊരു പ്ലാറ്റ്ഫോമിനകത്ത് ഷെയർ ചെയ്യണം, പറയണം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് ഇതൊരു ലെറ്റർ ഞാൻ നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ നക്സൽ ഏരിയയിലുള്ളവർ ജനറലിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിലും അവർ പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് ആ ഒരു റിസർവേഷൻ കിട്ടും. അത് വ്യക്തമായി ആ ഒരു രണ്ടാമത്തെ പോയിന്റ് പറയുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ പറയുന്നുണ്ട്, as per the para number 1715 of SSC notification, request for change correction in any particulars in the application form 1 submitted will not be entertained under any circumstances. അത് എന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, നമ്മൾ കൊടുത്ത സമയത്ത് നമ്മുടെ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പാലക്കാടാണ് വെച്ചിരുന്നത്, നക്സലാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് അത് മാറ്റി ഇപ്പോൾ വേറെ ഏതെങ്കിലും തിരുവനന്തപുരം അല്ലെങ്കിൽ കൊല്ലം അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഒരു പ്രാവശ്യം സബ്മിറ്റ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ നക്സലിൽ കൊടുത്തവർക്ക് അവർ ജനറൽ ലിസ്റ്റിലാണെന്നുണ്ടെങ്കിലും അവർ പേടിക്കേണ്ട കാര്യമില്ല, അവർക്ക് റിസർവേഷൻ ഉണ്ട്. അത് വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ മൂന്നാമത്തെ ഈ ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ പറഞ്ഞ മറുപടികളിൽ നിങ്ങൾ തൃപ്തനല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിനെതിരെ അപ്പീൽ ചെയ്യാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങൾ ഇതിനകത്ത് പറയുന്നത്. അപ്പം ഈ 4 ചോദ്യങ്ങൾ ചോദിച്ചതിൽ വ്യക്തമായ ആ ഒരു കാൻഡിഡേറ്റിന്റെ ചോദ്യം എന്ന് പറയുന്നത്, ആ ഒരു വ്യക്തി എന്തുകൊണ്ട് നക്സൽ ലിസ്റ്റിനകത്തുള്ള ഒരാൾക്ക് ജനറൽ വന്നു കഴിഞ്ഞു, അപ്പോൾ അയാൾക്ക് ലിസ്റ്റ് വരുന്ന സമയത്ത് അതുകൊണ്ട് ബുദ്ധിമുട്ടുണ്ടോ, അല്ലെങ്കിൽ അയാളെ പേരിന് ഇനി ലിസ്റ്റിൽ വരാതിരിക്കുമോ എന്നൊരു ചോദ്യം ചോദിച്ചു. അപ്പം പറഞ്ഞിട്ടുണ്ട് റിസർവേഷൻ വ്യക്തമായി നക്സലിനുള്ളത് നക്സലിന് കൊടുക്കും, അപ്പോൾ കാൻഡിഡേറ്റിന് അത് പേടിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ ഒരു ഇത് അയച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ DIGP. അപ്പൊ ഇത് ഒരു കൺസേൺ ഡിപ്പാർട്ട്മെന്റിലെ ഓഫീസർ റാങ്കിലുള്ളതാണ് അപ്പൊ അത് അയച്ചിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. അപ്പൊ ഈ ഒരു ഇൻഫർമേഷൻ നക്സൽ ഡിസ്ട്രിക്റ്റിലുള്ള കാൻഡിഡേറ്റ്സ് മാക്സിമം ആളുകളും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുപോലെയുള്ള പ്രശ്നങ്ങളുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെ ഡൗട്ട് ഉള്ളവർക്ക് RT വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഇനിയും RTI കൊടുക്കണോണ്ട് വേറെ കാര്യമൊന്നുമില്ല, ഇത് തന്നെയായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്ന ഒരു റിപ്ലൈ. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആണെന്നുണ്ടെങ്കിൽ വീഡിയോ തീർച്ചയായും ലൈക്ക് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെന്നെങ്കിൽ കമന്റ് സെക്ഷനകത്ത് കമന്റ് ചെയ്യുക. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് പറഞ്ഞുതരാം. അപ്പോൾ ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഈ ഒരു വീഡിയോ ബന്ധപ്പെട്ട് ഡൗട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിനകത്ത് കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനൽ ഉടനെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടടുത്തൊരു ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും.